അപ്പോ ആദ്യമേ പറയട്ടെ, ഇപ്പോ ഇത് സംഘപരിവാർ ചാനലിലാണ് പി സി ജോർജ് വിഷം വിളമ്പിയെങ്കിൽ ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലാണ്. അപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് കേൾക്കാൻ തയ്യാറാകണം. ഒന്ന്, ഫ്രാങ്കോ പിതാവിന്റെ വിഷയം നിങ്ങൾ ഒന്ന് പറഞ്ഞു. ഫ്രാങ്കോ പിതാവിന്റെ വിഷയത്തിൽ പിതാവ് നിരപരാധിയാണെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടത് മീഡിയ വൺ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ദിലീപിന്റെ വിഷയത്തിൽ കേസ് വിചാരണ നടക്കുന്നു. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടാൽ നിങ്ങൾക്ക് വിമർശിക്കാൻ അവകാശമുണ്ട്. ക്യാൻറ്റീൻ ജീവനക്കാരൻ പി സി ജോർജ് തല്ലിയെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പി സി ജോർജിന്റെ പി എ അദ്ദേഹത്തെ കയ്യേറ്റം ശ്രമിക്കാൻ പി സി ജോർജിനോട് റൂമിൽ വന്ന് മോശമായി പെരുമാറിയപ്പോൾ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞതിനാണ് ക്യാൻറ്റീൻ ജീവനക്കാരനെ തല്ലി എന്നുള്ള പരാതി. ഇതൊക്കെ നിങ്ങളോടത്ത് ഇപ്പം വിശദീകരിക്കും. ഇപ്പം നിങ്ങൾ ഈ ക്യാപ്ഷനിൽ ചർച്ച നടത്തുമ്പോൾ എനിക്ക് എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? പിന്നെ പി സി ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വിഷയത്തെ ഞാനും ന്യായീകരിക്കുന്നില്ല. ഞാനും അതിനെ 100% അത് തെറ്റായിപ്പോയി എന്ന് തന്നെ പറയുന്നു. അത് ഞാൻ പറയുന്നത് മാത്രമല്ല, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞത് പ്രകോപനപരമായ ചോദ്യങ്ങൾക്ക് അന്ന് ആ ഒരു ക്ലിപ്പിങ്ങിനപ്പുറത്തേക്ക് ആ ചാനൽ ചർച്ച മുഴുവനൊന്ന് കാണണം. അവിടെ വന്നിരുന്ന മുസ്ലിം ലീഗിന്റെ പ്രതിനിധി അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകളെ കുറിച്ച് നിങ്ങളൊന്ന് കേൾക്കണം. അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു, അദ്ദേഹം അത് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ഇന്ത്യ മഹാരാജ്യം സ്നേഹിക്കുന്ന മുഴുവൻ ഇസ്ലാം സഹോദരങ്ങളോടും ഞാൻ മാപ്പ് പറയുന്നു, ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞതാണ്. അതിനുശേഷം 2 ദിവസം മീഡിയ വണ്ണിന്റെ നീണ്ട ചർച്ചകളുടെ പ്രധാനമാണ് ഇന്നലെ എഫ്ഐആർ ഇട്ടത്. ഞാനൊരു എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു പ്രതിയുടെയും അവകാശമാണ് ആ എഫ്ഐആറിന്റെ കോപ്പി കിട്ടുക എന്നുള്ളത്. എന്നാൽ ഈ നിമിഷം വരെയും ആ എഫ്ഐആറിന്റെ കോപ്പി പുറത്തു തരാൻ ഞാൻ ഇപ്പോഴും സ്റ്റേഷനിൽ ആളെ കിട്ടും. ഇപ്പോഴും ആ കോപ്പി പോലും തരാൻ പോലീസ് തയ്യാറാവുന്നില്ല. അപ്പോൾ ഇത് എന്താണ്? രാവിലെ ഞാൻ 7 പ്രാവശ്യം ഇരാറ്റുപേട്ട CI വിളിച്ചു, 6 പ്രാവശ്യം SI വിളിച്ചു, DYSP 5 പ്രാവശ്യം വിളിച്ചു, കോട്ടയം SP 3 പ്രാവശ്യം വിളിച്ചു. ഇവരാരും എന്റെ ഫോൺ എടുക്കുന്നില്ല. എന്താ? ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടെടുത്തേക്കുന്ന കേസാണ്. ഇവർക്കാർക്കും എന്നോട് ഉത്തരം പറയാൻ കഴിയുന്നില്ല. അപ്പോ ആസൂത്രിതമായി പി സി ജോർജിനെ പെടുത്തി ആരെങ്കിലും നിങ്ങൾ 2 ദിവസമായിട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി പോലെ തന്നെ ആരെയെങ്കിലും സൂചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ് ഇതെങ്കിൽ അതിനൊന്നും നിന്നു കൊടുക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. ഷോൺ ജോർജ്, ഞാൻ ഈ പി സി ജോർജിന്റെ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻട്രോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതൊരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്ന് പറയാൻ വേണ്ടിയാണ്. നിങ്ങൾ പറയുന്നത് ഒരു നിമിഷം ഷോൺ ജോർജ്, അങ്ങനെയല്ല തുടർച്ചയായി അദ്ദേഹത്തിനെതിരെ കേസുകളുണ്ട്, തുടർച്ചയായി അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ട് തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, 5-6 കേസുകളുണ്ട്. 2 തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ പിന്നെ എന്തെന്ന് വിളിക്കണം? പുണ്യവാളെന്ന് വിളിക്കണോ ഷോൺ ജോർജ്? അല്ല, അദ്ദേഹം ഒരിക്കൽ അറസ്റ്റിലായത് പീഡന കേസിലാണ്, ഒരിക്കൽ അറസ്റ്റിലായത് വിദ്വേഷ പ്രസംഗത്തിലാണ്. ഇപ്പൊ വീണ്ടും അറസ്റ്റിലാൻ പോകും. പിന്നെ അദ്ദേഹത്തെ പിന്നെ എന്താ വിളിക്കേണ്ടത്? ഹാബിച്വൽ ഒഫൻഡർ എന്നല്ലാതെ. അപ്പൊ നിങ്ങൾ ഈ കോടതിക്ക് വരെയൊന്നും പറഞ്ഞില്ലേ? കോടതി എന്തുകൊണ്ടാ ജാമ്യം കൊടുത്തേ? അല്ല, ജാമ്യം കിട്ടിയ കേസിൽ നിന്ന് ഒഴിവായോ? ജാമ്യം ലഭിക്കുമ്പോൾ കോടതി അദ്ദേഹത്തോട് പറഞ്ഞ ഉപാധിയാണ് ഇനി വിദ്വേഷ പ്രസംഗം നടത്തരുതെന്ന്. ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടുള്ളത് ഷോൺ ജോർജ്. പി സി ജോർജ് മീഡിയ വേണ്ട ചെലവിന് വരുന്ന ജമാഅത്തെ ഇസ്ലാമിയോട് വിചാരിച്ചാൽ തീർന്നു പോകുന്ന വ്യക്തിയാണ് പി സി ജോർജ്. അതങ്ങനെയല്ല, അതിപ്പോ ആര് ചെലവിനായിരുന്നു? അദ്ദേഹം ഹാബിച്വൽ ഒഫൻഡർ ആണെന്നുള്ള ഫാക്ട് ആണ്. ആ ഫാക്ടിനെതിരെ അങ്ങ് ക്ഷുഭിതനായിട്ട് എന്താ കാര്യം? അല്ല, അദ്ദേഹം ഹാബിച്വൽ ഒഫൻഡർ ആണ്, അതിൽ അങ്ങ് ക്ഷുഭിതനായിട്ട് കാര്യം. അതൊരു ഫാക്ട് ആണ്, അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അങ്ങ് ഒരു അഭിഭാഷകനാണെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്തിട്ട് വേണം ഇനി കേസുമായി മുന്നോട്ട് പോകാൻ. വികാരം കൊണ്ടിട്ട് കാര്യമില്ല. 44 വർഷം ഒരു മണ്ഡലത്തിൽ നിന്ന് നിയമസഭ പ്രധാനം ചെയ്ത വ്യക്തിയാ. പൂഞ്ഞാറുകാർ മുഴുവൻ പൊട്ടന്മാരായതുകൊണ്ടൊന്നല്ല, നിങ്ങളുടെ വർഗീയത കൊണ്ട് മാത്രം കഴിഞ്ഞ പ്രാവശ്യം തോറ്റു. ശരിയാണ്. അദ്ദേഹം തോറ്റത് പിന്നെ പൂഞ്ഞാറുകാർ പൊട്ടന്മാരായതുകൊണ്ടാണോ? ആ വർഗീയത അവസാന തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത് പൂഞ്ഞാറുകാർ പൊട്ടന്മാരായിട്ടാണോ? ആണോ ഷോൺ ജോർജ്? ഇനിയും ആ വർഗീയതക്കെതിരെ ശബ്ദിക്കുന്നതിന് തോറ്റല്ല, ഇനി അതിന്റെ പേരിൽ അല്ല, ഇതൊക്കെ പോട്ടെ. ഈ 2 പ്രാവശ്യം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എന്ത് കേസിലാണ്? അല്ല, അദ്ദേഹം നിങ്ങൾ പറയുന്നത് പോലെ കുറ്റവാളിയല്ല, ഒരു സ്ഥിരം കുറ്റവാളി അല്ലെങ്കിൽ അദ്ദേഹം 2 പ്രാവശ്യം അറസ്റ്റിലായത് എന്ത് കാര്യത്തിലാണ്? ഷോൺ ജോർജ് വികാരം കൊള്ളല്ലേ? അങ്ങയുടെ വികാരം എനിക്ക് മനസ്സിലാവും. അദ്ദേഹം അങ്ങയുടെ പിതാവാണ്. അദ്ദേഹം 2 പ്രാവശ്യം അറസ്റ്റിലായത് എന്തിനാണ്? അല്ല ഷോൺ ജോർജ്, അദ്ദേഹം 2 തവണ അറസ്റ്റിലായത് എന്തിനാണ്? അറസ്റ്റിലായത് പോലീസിനോട് ചോദിക്കണം. പക്ഷെ കോടതി എന്താ വെറുതെ വിട്ടെ? ഏത് കേസിലാണ് വെറുതെ വിട്ടെ? അദ്ദേഹം അറസ്റ്റിലായ 2 കേസിലും കോടതി വെറുതെ വിട്ടോ അദ്ദേഹത്തെ? രണ്ട് കേസിലും എന്തുകൊണ്ടാണ് ജാമ്യം തന്നെ? ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ കുറ്റവാളിയല്ലാതാവോ? ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ കുറ്റവാളിയല്ലാതാവോ? അതേ ചോദ്യമാണ് പറയുന്നത്. ഈ ഫ്രാങ്കോ പിതാവിന്റെ വിഷയത്തിലും ദിലീപിന്റെ വിഷയത്തിലും കോടതി വിധി വരാതെ എങ്ങനെയാ അവർ കുറ്റവാളിയാകുന്നത്?
അല്ല, ഫ്രാങ്കോ പിതാവിന്റെ വിഷയത്തിൽ പി സി ജോർജ് നടത്തിയ അഭിപ്രായ പ്രകടനത്തെ കുറിച്ചായിരുന്നു എന്റെ പരാമർശം. അത് ഫ്രാങ്കോ കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ളതല്ല. ഫ്രാങ്കോ പിതാവിനെതിരെ പരാതി ഉന്നയിച്ചവരെ പി സി ജോർജ് വിളിച്ച പേരെന്താണ്? ഷോൺ ജോർജ്. ഫ്രാങ്കോ പിതാവിനെതിരെ പരാതി ഉന്നയിച്ച കന്യാസ്ത്രീകളെ പി സി ജോർജ് വിളിച്ച പേരെന്താണ്?